ഹായ് ഓൾ, എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം ജില്ലയിലെ ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ചുള്ള വഴിപാടായ ആറ്റുകാൽ പൊങ്കാല വളരെ പ്രശസ്തമാണ്. സ്ത്രീകളുടെ ശബരിമല എന്നാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത്. ഭഗവതിക്ക് പൊങ്കാല അർപ്പിക്കുന്നതിലൂടെ അഷ്ടൈശ്വര്യങ്ങളും പ്രധാനമാകുമെന്നാണ് വിശ്വാസം. മകരം കുംഭം മാസങ്ങളിലായി നടക്കുന്ന ക്ഷേത്രത്തിലെ ഉത്സവത്തിൻ്റെ 9ാം ദിവസമാണ് പൊങ്കാല അനുഷ്ഠിക്കുന്നത്. അതായത് കുംഭമാസത്തിലെ പൂരം നാളിലാണ് പൊങ്കാലയായി ആചരിക്കുന്നത്. പൊങ്കാല വഴിപാട് നടത്തുന്നത് ഭക്തരുടെ ആത്മസമർപ്പണമായിട്ടാണ് കരുതുന്നത്. പൊങ്കാല വഴിപാട് നടത്തി പ്രാർത്ഥിച്ചാൽ ഭക്തരുടെ എല്ലാ ദുഃഖങ്ങളും ദുരിതങ്ങളും അകറ്റി അവർക്ക് ഐശ്വര്യവും സമൃദ്ധിയും ലഭിക്കുമെന്നാണ് വിശ്വാസം. അഭീഷ്ടസിദ്ധി ഫലം നൽകുന്നതാണ് ഈ വഴിപാട്. മംഗല്യം, ആയുരാരോഗ്യം, ജോലി, തടസ്സങ്ങൾ, ദുരിതങ്ങൾ, രോഗങ്ങൾ എന്നിവയ്ക്ക് പരിഹാരമായി പൊങ്കാല നടത്തുന്നു. ആത്മാർത്ഥതയോടെ ആറ്റുകാൽ ഭഗവതിക്ക് പൊങ്കാല നടത്തിയാൽ എല്ലാം നല്ലതായി ഭവിക്കുമെന്നാണ് വിശ്വാസം. ഇനി പൊങ്കാല വ്രതത്തെക്കുറിച്ചൊന്ന് നോക്കാം. ആറ്റുകാൽ പൊങ്കാല സ്ത്രീകളാണ് നടത്തുന്നത്. പൊങ്കാല സമർപ്പിക്കുന്നതിനായി സാധാരണ 3 ദിവസത്തെ ഒരിക്കൽ വ്രതമാണ് എടുക്കുന്നത്. ദിവസത്തിലെ ഒരു നേരം മാത്രം അരിയാഹാരം കഴിച്ച് വ്രതം അനുഷ്ഠിക്കുന്ന രീതിയാണ് ഒരിക്കൽ. സാധാരണ വ്രതങ്ങളിൽ അനുഷ്ഠിക്കുന്നതെല്ലാം ഇതിലും ആചരിക്കണം. ക്ഷേത്ര ദർശനവും വീടുകളിൽ 2 നേരം വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുക. പൊങ്കാല സമർപ്പിച്ചതിന് ശേഷം ക്ഷേത്ര ദർശനത്തോടെ വ്രതം മുറിക്കാം. പൊങ്കാല ദിവസം പ്രാർത്ഥനയോടെ വേണം തുടങ്ങാൻ. ശേഷം പൊങ്കാലയ്ക്കായി അടുപ്പ് കൂട്ടുന്നയിടം ശുദ്ധിയാക്കി വെള്ളം തളിച്ച് അടുപ്പ് കൂട്ടാം. ആദ്യം പൊങ്കാല അടുപ്പിന് വലതുഭാഗത്ത് ഒരു ഇലയോ പീഠമോ ഇട്ട് വിളക്ക് കൊളുത്തുക. ചന്ദനത്തിരിയും കത്തിച്ചു വയ്ക്കാം. അതിനു മുന്നിൽ ഒരു തൂശനിലയിൽ ഗണപതിക്ക് ഒരുക്കു വയ്ക്കാം. ഗണപതി ഒരുക്കില് സാധാരണ അവിൽ, മലർ, പഴം, ശർക്കര, വെറ്റില, പാക്ക്, ഒരു നാണയം എന്നിവയാണ് വയ്ക്കുന്നത്. കൂടാതെ പുഷ്പങ്ങൾ, നിറനാഴി, കിണ്ടിയിൽ വെള്ളം, ചന്ദനം എന്നിവയും വയ്ക്കാവുന്നതാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് കർപ്പൂരവും കരുതാം. പുതിയ മൺകലത്തിലാണ് സാധാരണ പൊങ്കാല സമർപ്പിക്കുന്നത്. ക്ഷേത്രത്തിലെ പണ്ടാര അടുപ്പ് കത്തിച്ച് അതിലെ ജ്വാലയിൽ നിന്ന് പകർന്ന് അഗ്നിയാണ് പൊങ്കാല അടുപ്പിൽ തീ കത്തിക്കാൻ ഉപയോഗിക്കുക. അതുപോലെ ഗണപതി വിളക്കിൽ നിന്നും അഗ്നി പകരാറുണ്ട്. നിവേദ്യം തയ്യാറാക്കിയതിനു ശേഷം അത് ഇലയിട്ട് മൂടി വയ്ക്കുക. ക്ഷേത്ര പൂജാരികൾ നേദ്യം നടത്തി തളിക്കുന്നതോടെ പൊങ്കാല വഴിപാട് പൂർത്തിയാകുന്നു. ശർക്കര പായസം, കടും പായസം, വെള്ളച്ചോറ്, പാൽപ്പായസം, തെരളി, അട, മണ്ടപ്പുറ്റ് തുടങ്ങി പലതും പൊങ്കാലയിൽ ദേവിക്ക് നേദിക്കാറുണ്ട്. ഓരോ നേദ്യങ്ങൾക്കും ഓരോ ഫലങ്ങളാണ് പ്രധാനമാകുന്നത്. ശർക്കര പായസം സമർപ്പിക്കുമ്പോൾ എല്ലാ ഐശ്വര്യങ്ങളും പ്രധാനമാകും. ശിരസ് സംബന്ധമായ രോഗങ്ങൾക്ക് ആശ്വാസം നേടാൻ മണ്ടപ്പുറ്റ് നിവേദ്യം സമർപ്പിക്കുന്നു. കാര്യസിദ്ധി, അഭീഷ്ടസിദ്ധി, കുടുംബത്തിൻ്റെ ഐശ്വര്യം എന്നിവയ്ക്കായി തെരളി, അട വഴിപാടുകൾ നടത്തുന്നു. എല്ലാ ദോഷഫലങ്ങളും പൊങ്കാല വഴിപാടുകളിലൂടെ ഇല്ലാതാകുന്നു. ക്ഷേത്രത്തിൽ നിന്ന് ഒരുപാട് കിലോമീറ്ററോളം പൊങ്കാലയിടാൻ സാധിക്കുന്നതാണ്. പൊങ്കാലയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ വസ്തുക്കളും നിങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ വാങ്ങാനായിട്ട് സാധിക്കും. 10 ദിവസത്തെ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് തുടക്കം കുറിക്കുന്നത് ഇന്നാണ്, അതായത് മാർച്ച് 5-ാം തീയതി. 13-നാണ് പ്രശസ്തമായ പൊങ്കാല വരുന്നത്. രാവിലെ 10 മണിക്ക് കാപ്പുകെട്ടി ദേവിയെ കുടിയിരുത്തുന്നതോടെയാണ് ഉത്സവത്തിന് തുടക്കം കുറിക്കുന്നത്. 13-ന് രാവിലെ 10:15 അടുപ്പ് വെട്ട്, ഉച്ചയ്ക്ക് 1:15 പൊങ്കാല നിവേദ്യം, 14-ന് രാവിലെ 8-ന് ദേവിയെ അകത്തെഴുന്നള്ളിക്കും. രാത്രി 10-ന് കാപ്പഴിക്കും. പുലർച്ചെ 1-ന് നടത്തുന്ന കുരുതി തർപ്പണത്തോടെ ഉത്സവം സമാപിക്കും. പൊങ്കാലയ്ക്ക് പോകാൻ ആഗ്രഹിക്കുന്ന എല്ലാ ഭക്തജനങ്ങളും മുൻകൂട്ടി പ്ലാൻ ചെയ്ത് വേണം പോകാനായിട്ട്. പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ അവിടെ റൂമുകളൊക്കെ കിട്ടാൻ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും ഈ ഒരു സമയത്ത്. അപ്പോൾ ഈ വർഷം എല്ലാവർക്കും പൊങ്കാലയിടാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇതുപോലുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.